സ്വാഗതം എല്ലാവർക്കും. നമ്മൾ വളരെ പ്രധാനപ്പെട്ട മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ മാത്സിലെ സാമ്പിൾ ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അന്ന് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ചെയ്തത് നമ്മൾ ആ ഒരു രണ്ടോ മൂന്നോ സെറ്റുകൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ എനിക്ക് തോന്നുന്നു സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരിത്തമെറ്റിക് സീക്വൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ക്ലിയർ? അപ്പോൾ അതിലെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം, വീഡിയോ പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് കൃത്യമായിട്ട് നോക്കണം. അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നമ്മുടെ സൊല്യൂഷൻ പറയുന്ന സമയത്ത് നിങ്ങളത് കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, അത്രയാണ് നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ അന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട് കുറച്ച് ഫോർമുലയും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അതൊന്ന് പിന്നെ വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഇതിൽ ഓരോ ക്വസ്റ്റ്യൻ ഇപ്പോൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരിക. ക്ലിയർ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയതാ. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 25ഉം അവസാന പദം -25ഉം ആണ്. പൊതുവ്യത്യാസം -5ഉം ആകുന്നു എങ്കിൽ ഈ സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചത് അല്ലേ? The first term of a arithmetic sequence is 25 and the last term is -25. The common difference is -5. Then how many terms will be there in this sequence? ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ തന്നില്ല, അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നോക്കി ഓരോന്നായിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇതാ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പദം, ഫസ്റ്റ് ടേം, ആദ്യ പദം 25 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്താ പറഞ്ഞു, ആദ്യ പദം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ എഫ് എന്നുള്ള ലെറ്റർ കൊണ്ട് നിങ്ങൾക്ക് ഡിനോട്ട് ചെയ്യാം 25. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ് എന്നുള്ള അക്ഷരം, x1 എന്നുള്ള അക്ഷരം കൊണ്ട് നിങ്ങൾക്ക് ഡിനോട്ട് ചെയ്യാം 25. അതും അല്ലെങ്കിൽ പണ്ടൊക്കെ പഠിച്ചവരാണെങ്കിൽ എ എന്നുള്ള അക്ഷരം കൊണ്ടും ആദ്യ പദം നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. എത്ര തന്നെ കിട്ടും, 25. ആദ്യ പദം തന്നിട്ടുണ്ട്. ഓക്കെ, പല രീതിയിൽ ഇപ്പം ടെക്സ്റ്റ് ബുക്കിൽ എഫ് ആണ്, x1 എന്ന് പറയുന്നുണ്ട്. മുന്നേ ഒക്കെ നമ്മൾ എ എന്നുള്ള രീതിയിലും പഠിച്ചിട്ടുണ്ട്. അതാണ് മൂന്നും പറഞ്ഞത്. ഇനിയോ അവസാന പദം -25ഉം തന്നിട്ടുണ്ട്. അവസാന പദം, അവസാനത്തെ പദവും തന്നിട്ടുണ്ട്. അവസാന പദത്തെ സൂചിപ്പിക്കാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, x1 ആദ്യ പദമാണെങ്കിൽ അവസാനത്തെ പദം എന്ന് വെച്ചാൽ xn ആണ്. എത്രാമത്തെന്ന് അറിയില്ല, n-ാം പദം എന്നുള്ള അർത്ഥത്തിൽ nth ടേം എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ xn എന്നുള്ള അക്ഷരം കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. അതാണ് അവസാന പദമായിട്ട് ഇവിടെ -25 തന്നത് അല്ലേ? ആദ്യത്തെ പദം 25 ആണ്, അവസാനത്തെ പദം -25 ആണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് ആദ്യ പദം 25, ഇങ്ങനെ വന്ന് കൂടുകയോ കുറയോ എന്തോ ആവട്ടെ, വന്ന് അവസാനം -25 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അർത്ഥം? ഈ ശ്രേണിയിലെ ഓരോ പദങ്ങൾ കുറഞ്ഞിട്ടല്ലേ പോവുക. 25 പിന്നെ 20 ആയിട്ടുണ്ട്, എത്രയോ ആവട്ടെ, 25 കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കുറഞ്ഞ് 0 എത്തിയിട്ടുണ്ടാവും. പിന്നെ വീണ്ടും ഇങ്ങനെ പോയിട്ടായിരിക്കും -25 എത്തിയിട്ടുണ്ടാവുക. ഓക്കെ, നോക്കണ്ട. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്, പൊതുവ്യത്യാസം തന്നിട്ടുണ്ട്. അത് തന്നെയാണ് അതിന്റെ അർത്ഥം. പൊതുവ്യത്യാസം നമുക്ക് തന്നിട്ടുണ്ട്. പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് -5 എന്ന് തന്നിട്ടുണ്ട്. പൊതുവ്യത്യാസത്തെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിച്ച അക്ഷരം D ആണ്. കോമൺ ഡിഫറൻസ് ആണ്, അത് -5 ആണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പൊതുവ്യത്യാസമായിട്ടുള്ള -5 ഇതിന്റെ കൂടെ കൂട്ടി പോകുന്നു എന്നാണ് അർത്ഥം. അപ്പൊ 25ന്റെ കൂടെ -5 കൂട്ടി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എത്രയാ, 20 വരും. വീണ്ടും -5 കൂടിയാൽ 15 ആവും. അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 5 കുറഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ശ്രേണി ഇതാ 25 ആയി. മൈനസ് കണ്ട ഉറപ്പിച്ചോ, കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അടുത്ത പദം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, 20 ആയി മാറും. അടുത്ത പദം 5 വീണ്ടും കുറയും, അത് 15 ആവും. അങ്ങനെ കുറഞ്ഞ് 0 എത്തും. പിന്നെ അത് 5 ആവും, -5 ആവും, പിന്നെ -10 ആവും. അങ്ങനെയാണ് -25 ആവുക. അപ്പൊ ഇതാണ് നമുക്ക് കാര്യങ്ങൾ. ഇനി ആകെ എത്ര പദങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ചോദിച്ചാൽ, എത്ര പദങ്ങൾ എന്ന് വെച്ചാൽ n ആണ്, നമ്പർ ഓഫ് ടേംസ് ആണ് ചോദിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദവും അവസാന പദവും പൊതുവ്യത്യാസമൊക്കെ കിട്ടിയാൽ അതിലെ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, അന്ന് പറഞ്ഞ ആ ഫോർമുല മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഫോർമുല ഇങ്ങനെയായിരുന്നു. ഫോർമുല അറിയില്ലെങ്കിൽ പ്രശ്നമില്ല. ഇതാ n എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ആ അവസാന പദത്തിൽ നിന്നും ആദ്യത്തെ പദം മൈനസ് ചെയ്തിട്ട് ആ കിട്ടിയ ഉത്തരത്തിനെ നിങ്ങൾ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, ഒരു 1 നിങ്ങൾ കൂട്ടിയാൽ മതി. ഇതാണ് ആൻസർ. ഇതാണ് നമ്മുടെ ഫോർമുല. നമ്മളന്ന് കൃത്യമായിട്ട് പഠിച്ച കാര്യമാണ്. അതായത് xn - x1 / d + 1 എന്നുള്ളതാണ് ആൻസർ. ഇനി നമുക്ക് ഇതാ ചെയ്തു നോക്കാം, കിട്ടുന്നുണ്ടോ നോക്കാം. ഇതാ ഇവിടെ ചെയ്തു നോക്കാം. അതായത് n = അവസാന പദം ഇവിടെ തന്നിട്ടുണ്ട്. എത്ര വരുന്നത്, ഒന്നുമില്ല, അവസാന പദം ആദ്യത്തെ പദം കുറക്കുക. അവസാന പദം -25 ആണ്. അപ്പൊ -25 കുറക്കണം. ആദ്യ പദം 25 ആണ്, അതും എഴുതി. ബൈ എത്ര വരുവാ, എത്ര വരും, പൊതുവ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ -5 തന്നിട്ടുണ്ട്. അതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കൂടെ നിങ്ങൾ 1 കൂട്ടോ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 8ാം ക്ലാസ്സിലെ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ വായിച്ചു പഠിക്കാം. അതിൽ ഇതിന്റെ കുറച്ച് റൂൾസ് വരുന്നുണ്ട്. രണ്ട് നെഗറ്റീവ് ഉണ്ട്. -25 -25 ആണ്. -25 നിന്ന് നമ്മൾ അടുത്ത ഒരു 25 മൈനസ് ആണ്. ഇങ്ങനെ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് അടുപ്പിച്ച് വന്നാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, രണ്ടും കൂടെ കൂട്ടുക, എന്നിട്ട് നെഗറ്റീവ് ചേർത്ത് കൊടുത്താൽ മതി. രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര വരും, 50 ആണ് വരിക, 50 ആണ് വരിക, 50. എന്നിട്ട് നെഗറ്റീവ് ചേർക്കണം. അതിന്റെ ചിഹ്നത്തിന് വളരെ വാല്യൂ ഉണ്ട്, ചിഹ്നം കളയാൻ പാടില്ല.
-50 എന്ന് വരും ഡിവൈഡഡ് ബൈ ഈ 5 അതുപോലെ തന്നെ ഉണ്ടാവും -5 + 1 എന്നാണ് വരിക. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിയേ, 2 മുകളിലും താഴെയും മൈനസ് ഉണ്ട്. ഒന്നും നോക്കണ്ട, അതിലങ്ങ് കളയുക. 2 മൈനസ് അങ്ങ് പോവും, ബാക്കി 50/5 എന്നാണ് വരിക. 50/5 എന്നാണ് വരിക. +1 എന്നാണ് വരിക. +1 എന്നാണ് വരിക. അപ്പൊ 50നെ 5 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്ര കിട്ടുക. 50നെ 5 കൊണ്ട് ഹരിച്ചാൽ 10 അല്ലേ വരിക. 50ൽ എത്ര 5 ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. 10 ആണ് വരിക. അപ്പൊ നമ്മുടെ ആൻസർ 10 കൂട്ടണം 1 ആണ്. അപ്പൊ നമുക്ക് കിട്ടല് 11. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് 11 എന്നാണ് വരിക. എന്ന് വെച്ചാൽ എന്താണ്, ആ സമാന്തര ശ്രേണിയിൽ ആകെ 11 പദങ്ങളാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കുറച്ച് കുറച്ച് വന്നാൽ മതി. 25 ന്ന് ഒരു പദം കുറഞ്ഞ 20 ആവും, വീണ്ടും കുറഞ്ഞ 15 ആവും, പിന്നെ 10 ആവും, പിന്നെ 5 ആവും, പിന്നെ 0 ആവും, വീണ്ടും 25ലേക്ക് എത്തും. എന്ന് വെച്ചാൽ 11 പദങ്ങളാണ് അവിടെ ഉണ്ടാവുക. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഫോർമുല അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആകെ പദങ്ങളുടെ എണ്ണം നമ്മൾ അന്നേ നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞാണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്നും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ക്ലിയർ? അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. നോക്കിയേ, ഇതാ തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ തുക 145. ഇവയിൽ ചെറിയ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചത്. സം ഓഫ് 5 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഈസ് 145. വിച്ച് ഓഫ് ദിസ് ഈസ് ദി സ്മോളസ്റ്റ് നമ്പർ? തുടർച്ചയായ നമ്പർ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? 5 ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 5 ഒറ്റ സംഖ്യകളല്ലേ ഉള്ളത്. അപ്പൊ തുടർച്ചയായ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നുമില്ല. ഇപ്പൊ 3 ആണ് ആദ്യത്തെ സംഖ്യ, പിന്നെ തൊട്ടടുത്ത 5 ഉണ്ടാവും. അതായത് 3ന്റെ തൊട്ടടുത്ത ഒറ്റ സംഖ്യയാണ് 5, പിന്നെ അടുത്തത് 7 ആണ്, പിന്നെ 9, പിന്നെ 11, 5 എണ്ണയില്ലേ. ഇതാണ് തുടർച്ചയായ 5 ഒറ്റ സംഖ്യ. ഇനി 3 തന്നെ തുടങ്ങുന്നില്ല. ഇപ്പൊ 11 തുടങ്ങുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തൊട്ടടുത്ത 13, പിന്നെയോ 15, പിന്നെയോ 17, അല്ലെ, പിന്നെയോ 19. ഇതാണ് തുടർച്ചയായിട്ട് 5 ഒറ്റ സംഖ്യ. അപ്പൊ 1 തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തായിരിക്കും തൊട്ടടുത്തത്. 1 തുടങ്ങിക്കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ഇങ്ങനെ പോകുന്ന 5 എണ്ണം. അതാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ ഇതിൽ ഏറ്റവും ചെറിയത് ഏത് എന്നാണ് ചോദിച്ചത്. നിങ്ങൾ അതിലൊന്നും കൺഫ്യൂഷൻ അടിക്കണ്ട. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ട്, തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ തുക നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 145 ആണ്. അപ്പൊ ഇവയിലെ ചെറിയ സംഖ്യ ഏതെന്നൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടാവും ഒരുപാട് ആളുകൾക്ക്. അങ്ങനെ നമുക്ക് എണ്ണം തന്നിട്ടുണ്ട്, അതുപോലെ അവരുടെ തുകയും തന്നാൽ ആ തുകയെ എണ്ണം കൊണ്ട് നമ്മൾ ഹരിച്ചാൽ നടുക്കുള്ള സംഖ്യ കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ 5 എണ്ണം ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ തന്നിരിക്കുന്ന തുകയെ, ആ തുകയെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എണ്ണം കൊണ്ട് ഹരിക്കുക. എണ്ണം കൊണ്ട് നിങ്ങൾ ഹരിച്ചാൽ കിട്ടുന്നത് എന്തായിരിക്കും? മധ്യ പദമായിരിക്കും, അല്ലെങ്കിൽ നടുക്കുള്ള പദമായിരിക്കും. ഇതിപ്പോ 5 എണ്ണം കഴിഞ്ഞ് നടുക്ക് എന്ന് വെച്ചാൽ 15 അല്ലേ. ഇവിടെ ഇപ്പൊ 5 എണ്ണം ഉണ്ട്, അതിന്റെ നടുക്ക് എന്ന് വെച്ചാൽ 7 അല്ലേ. അതുപോലെ നമ്മുടെ 5 സംഖ്യ ഏതാണോ അതിന്റെ മധ്യത്തിലുള്ളത് കിട്ടും നമുക്ക്. മധ്യത്തിലുള്ള സംഖ്യയാണ് നമുക്ക് കിട്ടുക, നടുക്കുള്ളത്. അപ്പൊ നമുക്ക് മധ്യപദം എന്ന് വേണമെങ്കിൽ എഴുതാം. മധ്യപദം ഇംഗ്ലീഷിനാകുമ്പോൾ എന്താണ്, മിഡിൽ ടേം എന്നാണ് പറയാം. മിഡിൽ ടേം ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ഓക്കെ, സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ എന്ന് പറയാം. നിങ്ങൾ നോക്കിയേ, ഇവിടെ കൃത്യമായിട്ട് വളരെ എളുപ്പത്തിൽ കിട്ടും. തുക ഇവിടെ തന്നിട്ടുണ്ട്. എത്ര തുക? 145 ആണ്. 145 ഹരിക്കണം എണ്ണം തന്നിട്ടുണ്ട് 5 എണ്ണമാണ്. തുടർച്ചയായ 5 ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞുകൊണ്ട് 5 ആണ് തന്നത്. അതിനെ ഇതുകൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് മധ്യപദം കിട്ടും. 145നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? വളരെ എളുപ്പത്തിൽ കിട്ടും. നിങ്ങളൊന്ന് ഹരിച്ചു നോക്കി. ഇങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, എഴുതിയിട്ട് നമ്മൾ എങ്ങനെയാണോ ഹരിക്കുന്നത് അതുപോലെ ഹരിക്കുക. 145 ഹരിക്കണം 5. ഇതാ 1 പോവില്ല. 14 എത്ര 5 ഉണ്ട്? 2 5 10 ആണ്. വീണ്ടും 4 കുറച്ചാൽ 4 കിട്ടും. 5 ഇതാത്തിയത് 45 എത്ര 5 ഉണ്ട് നോക്കുക. 9 5 9 × 5 45. ഓക്കെ, അപ്പൊ നമുക്ക് 29 എന്നാണ് കിട്ടുക. 29 എണ്ണമാണ്. 29 എണ്ണം എന്നല്ല, 29 എന്ന് കിട്ടും. അതാണ് നമ്മുടെ ഏത് മധ്യപദം. മധ്യപദമാണല്ലോ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് 5 എണ്ണം ഉള്ളതാ. 1 2 3 4 5. ഈ 5 എണ്ണത്തിന്റെ മധ്യപദം എന്ന് പറഞ്ഞാൽ എത്രാമത്തെ പദമായിരിക്കും? അതൊക്കെ നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി, തൊട്ടടുത്ത നമ്പറിന്റെ പകുതി എടുത്താൽ മതി. 6ന്റെ പകുതി 3. 5 പദം ഉണ്ടെങ്കിൽ അതിന്റെ മധ്യപദം എത്രാമത്തെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് 5ന്റെ തൊട്ടടുത്ത സംഖ്യ ആയിട്ടുള്ള 6 അതിന്റെ പകുതി. അപ്പൊ 3ാമത്തെ പദമായിരിക്കും മധ്യപദം. അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ പ്ലേസ് കൊടുക്കുക. ഇവിടെ ഇതായിരിക്കും ഏറ്റവും ടോപ്പ് മിഡിൽ. ബാക്കി 2 എണ്ണം ഇപ്പുറമുണ്ട്, 2 എണ്ണം അപ്പുറമുണ്ട്. അപ്പൊ ഏറ്റവും നടുക്ക് തന്നെയാണ്. അപ്പൊ ആ നടുക്കുള്ളതാണ് 29 നമുക്ക് ചോദ്യത്തിൽ തന്നത്. നടുക്കുള്ളത് 29 എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് സംഖ്യ വേണം കണ്ടുപിടിക്കാലോ. എന്താണ് പണി ഉണ്ടാവുക? ഇനി ഇങ്ങോട്ട് പോകുന്നതോറും എന്തായിരിക്കും? തൊട്ടടുത്തതല്ലേ, തുടർച്ചയായ സംഖ്യ ആയതുകൊണ്ട് തൊട്ടടുത്ത എത്രയായിരിക്കും? തൊട്ടടുത്ത് 29 കഴിഞ്ഞാൽ 31, 2 കൂട്ടിയാൽ മതി. പിന്നെ വരുന്നത് 33 ആണ് വരിക. ഇനി ബാക്കോട്ട് വരുമ്പോഴോ, ഇതിന് തൊട്ട് മുന്നിലുള്ളത് 29, തൊട്ട് താഴെയുള്ളത് 27 ആണ്. ഒന്നും കൂടി കുറച്ചാൽ 25 വരും. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളോട് ചോദിച്ചെന്താണ്, അങ്ങനെയാണെങ്കിൽ അതിൽ ഏറ്റവും ചെറിയത് അല്ലെ, ചെറിയ സംഖ്യ ഏതെന്നാണ് ചോദിച്ചത്. ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 25 ആണ് വരിക. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ ഓപ്ഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരും. ഓപ്ഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി 24 ഒറ്റ സംഖ്യയല്ല, 26 ഒറ്റ സംഖ്യയല്ല, പിന്നെ 23ഉം 25 ഉള്ളൂ. അത് വെച്ച് നിങ്ങൾക്ക് വേഗം കണ്ടുപിടിക്കാനും പറ്റും. ഇനി ഇങ്ങനൊന്നും കിട്ടുന്നില്ല, നിങ്ങൾക്ക് ഓപ്ഷൻ വെച്ചിട്ടും ചെയ്യാം. കുറച്ച് പണിയെടുക്കണമെന്നേ ഉള്ളൂ. അതായത് ഇപ്പൊ 25 ആണ് നമ്മുടെ ആദ്യത്തേതെങ്കിൽ 25 നിങ്ങൾ ആദ്യമായിട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ബാക്കിയുള്ള 4 എണ്ണം എഴുതാൻ പറ്റൂലേ? ബാക്കിയുള്ള എത്രയാണ്? പിന്നെ 27 വരും, പിന്നെ 29 വരും, 31 വരും, 33 വരും. ഇനി എല്ലാം കൂടെ കൂട്ടിയിട്ട് 145 കിട്ടുന്നുണ്ട് നോക്കിയാൽ മതി. ഇനി അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ തൊട്ടടുത്ത് 23 വെച്ചിട്ട് നിങ്ങൾ നോക്കുക. 23 വെച്ചിട്ട് നോക്കുക. അങ്ങനെ കൂട്ടിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ,
അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 25 ആണ് കേട്ടോ. 25 എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എന്താ നോക്കിയാൽ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. 13, 9, 5 എന്നിങ്ങനെ തുടർന്ന് പോകുന്ന സമാന്തര ശ്രേണിയുടെ 10ാമത്തെ പദം എത്ര എന്നാണ് ചോദിച്ചത്. വാട്ട് ഈസ് ദ 10th ടേം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 13, 9, 5 എക്സെട്ര. ഓപ്ഷൻ ഒക്കെ തന്നിട്ടുണ്ട്, അവിടെ കേട്ടെ. ഓപ്ഷൻ നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ഇവിടെ തന്ന സമാന്തര ശ്രേണിയുടെ പ്രത്യേകത നോക്കണം. നമ്മൾ ഇത്രയും നേരമൊക്കെ കൂടി വരുന്ന സമാന്തര ശ്രേണിയാണ് എഴുതിയത് അല്ലേ. പക്ഷെ ഇവിടെ നോക്കിയാൽ കുറഞ്ഞു വരുവാണ്. ആദ്യത്തേത് 13 ആണ്, പിന്നത്തേത് കുറഞ്ഞു, എത്രയോ കുറഞ്ഞിട്ട് 9 ആയി, വീണ്ടും എത്രയോ കുറഞ്ഞിട്ട് അത് 5 ആയി. അപ്പോൾ ഒന്നും കൂടി കുറഞ്ഞത് വീണ്ടും അടുത്ത് കിട്ടും. അങ്ങനെ പോവുന്നു, കുറഞ്ഞു വരുവാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഇവിടെ ഏതാണ് കുറയുന്ന നമ്പർ? 13 എത്ര വെച്ചിട്ടാണ് കുറയുന്നത് നോക്കിയാൽ മതി. എത്രയാണ്? 4 അല്ലേ. 13 4 പോയപ്പോഴാണ് 9 ആയത്, വീണ്ടും 4 കുറഞ്ഞപ്പോൾ 5 ആയി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു വരുന്ന സാധനമാണ് നമ്മുടെ പൊതുവ്യത്യാസം. അപ്പോൾ പൊതുവ്യത്യാസം ഇവിടെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും D = നേരെ പോയിട്ട് 4 എന്ന് മാത്രം എഴുതാൻ പാടില്ല. കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ അത് -4 എന്ന് ചേർക്കണം. കൂടി വരുന്നു. ഇപ്പൊ നേരെ തിരിച്ചിട്ടാണെങ്കിൽ 5, 9, 13 ആണെങ്കിൽ 4 കൂടി വരുന്നു, പോസിറ്റീവ് നമ്പർ ആണ്. എന്നാൽ ഇവിടെ കുറഞ്ഞു വരുന്നതുകൊണ്ട് -4 ആണ്. ഇനി അങ്ങനെ മനസ്സിലാവുന്നില്ല, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ടാമത്തെ പദത്തിൽ നിന്നും ആദ്യത്തേത് കുറച്ചാലാണ് പൊതുവ്യത്യാസം കിട്ടുക. അപ്പൊ രണ്ടാമത്തെ ഇവിടെ 9 ആണ്, 9ൽ നിന്നും ആദ്യത്തേത് 13 കുറച്ചു, അപ്പോൾ എത്ര കിട്ടുക? 13 ന്ന് 9 കുറക്കാൻ പറ്റും, വലുതും ചെറുത് കുറക്കാൻ പറ്റും. 13 ന്ന് 9 പോയാൽ 4 ആണ്. അപ്പോൾ നേരെ തിരിച്ച് 9 ന്ന് 13 പോയാൽ എത്രയായിരിക്കും വരിക? ഒരു സംശയം വേണ്ട, -4 ആണ് വരിക. -4 ആണ് വരിക. ഓക്കെ, ഇത്രയാണ് നിങ്ങൾ അവിടെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമുക്ക് പൊതുവ്യത്യാസം കിട്ടിയിട്ടുണ്ട്, അവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തിൽ നിന്ന് ഒന്നാമത്തെ കുറക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ അടുത്ത രണ്ടെണ്ണം, ഈ രണ്ടെണ്ണം എടുക്കുന്നെങ്കിൽ ഇവിടുത്തെ രണ്ടാമത്തിൽ നിന്ന് ഒന്നാമത്തെ കുറക്കും. ഓക്കെ, അടുത്തടുത്ത രണ്ട് പദങ്ങൾ എടുത്ത് അതിൽ സെക്കൻഡിൽ നിന്ന് ഫസ്റ്റത്തെ മൈനസ് ചെയ്യണം. അപ്പോഴാണ് പൊതുവ്യത്യാസം കിട്ടുക. ഇനി നോക്കിയേ, എന്ന സമാന്തര ശ്രേണിയുടെ 10ാമത്തെ പദം എത്രയാണെന്ന് ചോദിച്ചത്. അപ്പോൾ 10ാമത്തെ പദം നിങ്ങൾക്ക് എത്രയാണെന്ന് ചോദിച്ച് കിട്ടണമെങ്കിൽ ഒന്നും നോക്കണ്ട, ആദ്യത്തെ പദത്തിന്റെ കൂടെ ഇവിടെ നിങ്ങളോട് 10ാമത്തെ പദം ചോദിച്ചുകൊണ്ട് തൊട്ട് മുന്നിലുള്ളത് എത്രയാണ്? തൊട്ട് അടുത്തുള്ളത് 9 അല്ലേ. അപ്പോൾ 1 കുറച്ചിട്ടുള്ള 9 തവണ പൊതുവ്യത്യാസം നിങ്ങൾ കൂട്ടിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 10ാം പദം കിട്ടും. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ 10ാമത്തെ പദം കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആദ്യ പദത്തിന്റെ കൂടെ ഫസ്റ്റ് ടേമിന്റെ കൂടെ 9 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അതായത് 9 തവണ പൊതുവ്യത്യാസം നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ കൂട്ടണം. ഇനി നിങ്ങളോട് 20ാമത്തെ പദം ചോദിക്കുന്നെങ്കിലോ ആദ്യത്തെ പദത്തിന്റെ കൂടെ എന്ത് ചെയ്യുക, ആദ്യത്തെ പദത്തിന്റെ കൂടെ തൊട്ട് മുന്നിലുള്ളത് 19 തവണ പൊതുവ്യത്യാസം കൂട്ടുക. ഇനി 15ാമത്തേതാണ് ചോദിക്കുന്നെങ്കിലോ ആദ്യത്തെ പദത്തിന് കൂടെ ഒന്ന് കുറച്ചാൽ മതി, 14 തവണ പൊതുവ്യത്യാസം കൂട്ടണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചത് എന്താണ്? 10ാമത്തെ പദമാണ്. 10ാമത്തെ ചോദിച്ചുകൊണ്ട് നമ്മൾ ആദ്യ പദത്തിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി, 9 തവണ നിങ്ങൾ പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. 9 തവണ പൊതുവ്യത്യാസം കൂട്ടണം. ഓക്കെ, അതൊന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേണ്ടത് 10ാമത്തെ പദമാണ്. അതിന് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ x10 എന്ന് എഴുതാം. എന്ന് വെച്ചാൽ 10th ടേം ഈക്വൽ ടു ഫസ്റ്റ് ടേം a എന്നോ x1 എന്നോ f എന്നോ ഏത് വേണമെങ്കിലും എടുക്കാം. ഫസ്റ്റ് ടേം പ്ലസ് 9 ടൈംസ് കോമൺ ഡിഫറൻസ്. നോക്കിക്കോ, ഇങ്ങനെ ചെയ്യുന്നു നോക്കിക്കോ. ഫസ്റ്റ് ടേം ഇവിടെ തന്നിട്ടുണ്ട് 13 ആണ്, 13 കൂട്ടണം. 9 തവണ കോമൺ ഡിഫറൻസ് വെച്ചാൽ 9 ഗുണിക്കണം d ആണ്. d യുടെ വാല്യൂ -4 തന്നിട്ടുണ്ട്, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഇനി ഒന്നുമില്ല, 13 ഇവിടെ 9 ഗുണിക്കണം 4 എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രയാണ് വരിക, 36 അല്ലേ. ഒരു പണിയില്ല, 9 ഗുണിക്കണം 4 വെച്ചാൽ 36. അപ്പോൾ 9 ഗുണിക്കണം -4 എന്ന് വെച്ചാലോ -36 ആണ്. അപ്പോൾ ഇതാ നമ്മൾ ആൻസർ കിട്ടി. 13 നിന്ന് -36 കുറച്ചാൽ മതി. 13 നിന്ന് 36 കുറക്കണം. അതിന് ബുദ്ധിമുട്ടാണ്. 13 ചെറിയ നമ്പറാണ്, 36 വലിയ നമ്പറാണ് അല്ലേ. കുറക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു സംശയം വേണ്ട, നേരെ വലുത് നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ചെറുത് കുറക്കുക. 36 ന്ന് 13 കുറക്കാൻ പറ്റും, നിങ്ങൾക്ക് അറിയാലോ. 6 ന്ന് 3 പോയാൽ എത്ര വരും? 36 6 ന്ന് 3 പോയാൽ 3 കിട്ടും. പിന്നെ എന്താണ്, 3 ന്ന് 1 പോയാൽ 2 കിട്ടും, 23 ആണ്. 36 ന്ന് 13 കുറച്ചാൽ 23 ആണ്. അപ്പോൾ നേരെ തിരിച്ചിട്ടാണെങ്കിലോ 13 ന്ന് 36 കുറക്കുന്നെങ്കിലോ ചെറുതിന്ന് വലുത് കുറച്ചാൽ ആ 23ന് കൂടെ ഒരു നെഗറ്റീവ് ചേർക്കുക, -23 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻ ലാസ്റ്റ് ഓപ്ഷൻ തന്നിട്ടുണ്ട് -23. ഇതാണ് ഓപ്ഷൻ -23. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് വരാം. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്തായാലും. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 255 മുതൽ 350 വരെയുള്ള 5ന്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചത്. എണ്ണമാണ്. എണ്ണം ചോദിച്ചത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും അല്ലെ, നമ്മൾ നേരത്തെ ചെയ്തു അത്. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 5 between 255 and 380. 255 മുതൽ 380 വരെയുള്ള 5ന്റെ ഗുണിതങ്ങളുടെ എണ്ണം. എന്ത് എണ്ണം ചോദിച്ചാലും നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞു, എന്ത് എണ്ണം ചോദിച്ചാലും അതിന്റെ ഫോർമുല ഇതാണ്. എന്ത് ചെയ്താൽ മതി, ലാസ്റ്റ് ടേമിൽ നിന്ന് നിങ്ങൾ ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുക, അതിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ലാസ്റ്റ് ഒരു 1 ആഡ് ചെയ്യുക. ഇനി ഇവിടെ നോക്കിയേ, 255നും 380നും ഈ രണ്ടെണ്ണം ഇടയിലാണ്. ഇതാണ് നമ്മുടെ ശ്രേണി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫസ്റ്റ് അല്ലേ 255, ലാസ്റ്റത്തെ അല്ലേ 380, രണ്ടും തന്നിട്ടുണ്ട്. ഒന്നും നോക്കേണ്ടത്, ലാസ്റ്റ് ടേം 380 ആണ് മൈനസ്, ഫസ്റ്റത്തത് 255 ആണ് കിട്ടി. അതിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് 5ന്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ്, പൊതുവ്യത്യാസം 5 ആണ്. മനസ്സിലായില്ലേ? 5 എന്ന് എഴുതി എന്നിട്ട് ഒരു 1 ആഡ് ചെയ്യുക.
ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഇതൊരു ശ്രേണിയായിട്ട് പോകുന്നതാണ്. 255 ആദ്യത്തത്, പിന്നെ 5ന്റെ ഗുണിതങ്ങളായതുകൊണ്ട് 5 കൂട്ടിയാൽ മതി. തൊട്ടടുത്തത് 260, പിന്നെ 265, അങ്ങനെ അങ്ങനെ പോയി ലാസ്റ്റ് 380 വരെ പോകുന്ന ഒരു ശ്രേണിയാണ്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റത്തത് കിട്ടി, ലാസ്റ്റത്തെയും കിട്ടി, കോമൺ ഡിഫറൻസ് ഇവിടെ തന്നിരിക്കുന്ന 5 ആയിരിക്കും. അതാണ് കൺസെപ്റ്റ്. അപ്പോൾ ഇന്ന് കുറച്ച് നോക്കിയേ, 350 255 കുറക്കണം, അത്ര കിട്ടുമോ? വളരെ എളുപ്പമല്ലേ, ഒന്നും നോക്കണ്ട. 300 200 പോയാൽ 100 ആയി, 80 55 പോയാൽ എത്ര വരും? 25 ആയി. അപ്പോൾ ടോട്ടൽ 125 ആണ് വരിക. അല്ലെങ്കിൽ ഇതാ 0 5 പോവില്ല, അപ്പോൾ 10 5 പോയാൽ 5, പിന്നെ ഇവിടെ 7 ഉള്ളൂ, 7 5 പോയാൽ 2, 3 2 പോയാൽ 1. ഇനി അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾ എന്ത് താഴെ എഴുതിയിട്ട് കുറച്ച് നോക്കുക. ഓക്കെ, ബൈ 5 കൂട്ടണം 1 ആണ് വരിക. ഇതിന്റെ അർത്ഥം 125നെ 5 കൊണ്ട് ഹരിച്ചിട്ട് അതിനെ 1 കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. 1 കൊണ്ട് കൂട്ടിയാൽ മതി. അപ്പോൾ 125നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 125നെ 5 കൊണ്ട് ഹരിച്ചാൽ എന്ത് വരും? ഒരു പണിയുള്ള 25 ആണ് വരിക. 25 ഗുണിക്കണം 5 ആണ് 125. 100ൽ 5കൾ 25 ഉണ്ട്. അപ്പോൾ 125ൽ എത്ര ഉണ്ടാവും? ഓക്കെ, 25 ഉണ്ടാവും അല്ലേ? 100ൽ 5കൾ എന്ന് വെച്ചാൽ 20 എണ്ണ ഉള്ളത്. അപ്പോൾ 125ൽ എത്ര ഉണ്ടാവും? 25 ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. +1 ആൻസർ 26 ആണ് വരിക. എളുപ്പത്തിൽ കിട്ടി. 26 ആണ് നമ്മുടെ ആൻസർ. 26 ആണ് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, നമുക്ക് നോക്കാം. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്. ഒരു ശ്രേണിയുടെ ആദ്യ പദം 15ഉം അവസാന പദം 105ഉം പൊതുവ്യത്യാസം 5ഉമായാൽ പദങ്ങളുടെ എണ്ണം എത്ര? സെയിം സാധനം എപ്പോൾ നമ്മൾ ചെയ്ത റിപ്പീറ്റ് തന്നെയാണ്, ഇനി ഒന്നും അധികം നോക്കാനില്ല. ഇഫ് ദ ഫസ്റ്റ് ടേം ഓഫ് എ സീക്വൻസ് is 15 and the last term is 105 and the common difference is 5, what is the number of terms? Total number of terms ആണ് ചോദിച്ചത്. ചെയ്യാൻ കിട്ടുന്ന നോക്കണം, സ്വന്തമായിട്ട് ആൻസർ കിട്ടുന്ന നോക്കുക. n = നമ്മൾ ഇത്രയും നേരം പഠിച്ചു, ഇനി ഒന്നും ഫോർമുല ഒന്നും ആവശ്യമില്ല. n എന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് ടേം നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുക, കോമൺ ഡിഫറൻസ് കൊണ്ട് ഇതിനെ പിന്നെ ഡിവൈഡ് ചെയ്യുക, 1 ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ശ്രേണിയുടെ ആദ്യ പദം തന്നിട്ടുണ്ട് 15, അവസാന പദം 105 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ലാസ്റ്റ് ടേം 105 ആണ്, മൈനസ് ഫസ്റ്റ് ടേം 15 ആണ് എഴുതി. അതിന് കോമൺ ഡിഫറൻസ് കൊണ്ട് ഇതാ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം തന്നിട്ടുണ്ട് 5 ആണ്. എന്നിട്ടോ നിർത്താൻ പാടില്ല, ലാസ്റ്റ് ഒരു 1 ആഡ് ചെയ്യണം. ഇത് നോക്കിയാൽ 105 15 പോയാൽ സിമ്പിൾ അല്ലേ? 105 5 പോയാൽ 100 ആണ്, 10 പോയാൽ 90 ആണ്. അപ്പോൾ 105 15 പോയാൽ 90, അതിനെ 5 കൊണ്ട് നമ്മൾ ഹരിക്കുന്നു, 1 കൂട്ടുന്നു. 90നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 90ൽ 10കളുടെ എണ്ണം 9 എണ്ണമാണ്. അപ്പോൾ 5കളുടെ എണ്ണം 18 എണ്ണമായിരിക്കും. അത് നിങ്ങൾ ഹരിച്ചു നോക്കുക. 18 ആണ് കിട്ടുക, +1 ആൻസർ 19 ആണ് വരിക. സിമ്പിൾ ആയിട്ട് കിട്ടി 19. ഈ ഒരു സെഷൻ നിങ്ങൾ തറവായിട്ടുണ്ടാവും, സിമ്പിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ എല്ലാ ടോപ്പിക്കും നമുക്ക് ഇതുപോലെ കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മനസ്സിലായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. പിന്നെ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിൻ്റെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക. അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.